ഇനി നമുക്കൊക്കെയും അല്ലേ എല്ലാവർക്കും ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യർക്കും സന്തോഷവും കുറച്ച് ആശ്വാസവും നൽകുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് പാചകവാതക വില കുറച്ചിട്ടുണ്ട്. വാണിജ്യ സിലിണ്ടറിന് 183 രൂപ 50 പൈസയാണ് കുറച്ചത്. ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ തൽക്കാലം മാറ്റമൊന്നുമില്ല. അതേസമയം തന്നെ നയാര പെട്രോളിന്റെ വില കുറച്ചിട്ടുണ്ട്. പെട്രോൾ ലിറ്ററിന് 5 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. ആഗോള വിപണിയിൽ എണ്ണ വില കുറഞ്ഞതോടെയാണ് തീരുമാനം. ശരത്ലാൽ വിവരങ്ങളുമായി ചേരുന്നു. ശരത്ലാൽ, ഇപ്പൊ 183 രൂപ ഒരു വലിയ കുറവാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. 10,000 രൂപയൊക്കെ ഒറ്റയടിക്ക് കൂട്ടിയെടുത്ത് 183 രൂപ കൊണ്ട് എന്താക്കാൻ പറ്റും എന്നൊരു സംശയം അവിടെ ഉണ്ട്. എങ്കിലും അതൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. വരും ദിവസങ്ങളിലുമൊക്കെ ഈ കൂട്ടിയ വില ഈ ചെറിയ രീതിയിലെങ്കിലും കുറയ്ക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? രണ്ടാമത്തേത്, പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന കുറവാണ്. കാരണം രാജ്യത്ത് ഇന്ധനവില, പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ഇന്ധനവില വർദ്ധിപ്പിച്ചപ്പോൾ ആദ്യം അത് റിഫ്ലക്ട് ചെയ്ത നയാരയിലായിരുന്നു. നയാരയാണ് ആദ്യം വില കൂട്ടിയത്. അതേ നയാര തന്നെ 5 രൂപയോളം കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും സ്വാഭാവികമായിട്ടും മറ്റുള്ള എണ്ണ കമ്പനികളും ഉടൻ തന്നെ വില കുറയ്ക്കുമെന്നൊരു പ്രതീക്ഷയല്ലേ? ഗുഡ് മോർണിംഗ് ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നയാരക്ക് പിറകെ തന്നെ മറ്റു റിലയൻസും അതേപോലെ ദേശീയ പെട്രോളിയം കമ്പനികളും വില കുറക്കും എന്നൊരു പ്രതീക്ഷയിലേക്ക് നമുക്ക് കാര്യങ്ങൾ പോകാം. ഏതായാലും നയാരയുടെ വിലക്കുറവ് അത് കാര്യമായിട്ട് തന്നെ ബാധിക്കും എന്ന് പറയേണ്ടി വേണം. നയാരക്ക് 7,000-ലധികം പമ്പുകളാണ്. കേരളത്തിൽ തന്നെ നയാരക്ക് 250-ൽ കൂടുതൽ പമ്പുകളുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരമൊരു തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ അത് പെട്രോളിയം കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഒക്കെ തന്നെ വില കുറയ്ക്കേണ്ടി വരുമെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാലും വാണിജ്യ സിലിണ്ടറിൻ്റെ കുറവ് അത് അടിക്കടിയായി ഉണ്ടാകുന്ന രണ്ടാമത്തെ തവണയാണ് ഇത് കുറക്കുന്നത്. വാണിജ്യ സിലിണ്ടറിൻ്റെ കുറവ് അത് നമ്മളെ ഹോട്ടൽ ഭക്ഷണങ്ങളിലടക്കം അത് ബാധിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. വലിയൊരു ആശ്വാസമാണ് റെസ്റ്റോറൻറ്റുകൾക്കും ഹോട്ടലുകൾക്കും. 183 രൂപ എന്നതല്ല, അതൊരു ട്രെൻഡാണ്. അപ്പോൾ ഏതായാലും പശ്ചിമേഷ്യൻ പ്രതിസന്ധിയിൽ അയവ് വരുന്നു അല്ലെങ്കിൽ വില കുറയുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ പറ്റും. ഏതായാലും ജനങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നയാരുടെയും അതേപോലെ തന്നെ മറ്റു വാണിജ്യ സിലിണ്ടറുകൾക്കുള്ള വില കുറച്ചതുമായി നമുക്ക് കാണാൻ കഴിയുക. ഏതായാലും മറ്റു കമ്പനികൾ, റിലയൻസും അതേപോലെ ജിയോവും അടക്കമുള്ള കമ്പനികൾ ഇനി ഇതിലേക്ക്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് പെട്രോളിയം അടക്കമുള്ള കമ്പനികൾ ഇതിലേക്ക് വരുമെന്നൊരു സൂചന ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇന്ത്യൻ സർക്കാർ കമ്പനികളായ ഹിന്ദുസ്ഥാൻ പെട്രോളിയം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ അതേപോലെ തന്നെയുള്ള കമ്പനികൾ സർക്കാർ ഒക്കെ വരും ദിവസങ്ങളിലും ഇതേപോലെ നയാരയുടെ പാതയിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷയാണല്ലോ മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത്. സ്വാഭാവികമായിട്ട് എത്തുമായിരിക്കും. കാരണം അന്ന് ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ ആദ്യം നയാരയാണ് വില കൂട്ടിയത്. പിന്നാലെയായിരുന്നു മറ്റെണ്ണ കമ്പനികളിലും വില വർധനവുണ്ടായത്. ഇപ്പം നയാരയിൽ തുടങ്ങി മറ്റുള്ളവരും അതിലേക്ക് എത്തുമായിരിക്കും. നല്ല കാര്യമുള്ള ഒരു ആശ്വാസമുള്ള കാര്യമല്ലേ? ഇത്രയും എനിക്ക് തോന്നുന്നു നമ്മൾ രാവിലെ 6:30 ഹലോ മലയാളം തുടങ്ങിയിട്ട് സംസാരിക്കുന്ന ഏറ്റവും സന്തോഷമുള്ള ആശ്വാസമുള്ള കാര്യം ഇത് തന്നെയാണ്. കാരണം എന്ത് പൈസയാണ് ഇപ്പം ഞാനൊക്കെ എപ്പോഴും ഫുൾ പെട്രോൾ അടിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പം അങ്ങനെ ഫുൾ അടിക്കുമ്പോഴത്തേനും ഒരാഴ്ചയൊക്കെ വണ്ടി അങ്ങ് നിന്നോളും. പിന്നെ അത് കഴിഞ്ഞിട്ട് പോയാൽ മതിയല്ലോ. പക്ഷേ ഈ പൈസ നമ്മൾ നേരത്തെ, അതായത് പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് മുന്നേ കൊടുക്കുന്ന കാശും പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം വില കൂട്ടിയതിന് ശേഷം കൊടുക്കുന്ന കാശ് തമ്മിൽ ഭയങ്കര നല്ല വ്യത്യാസമില്ലേ? നല്ല ഹ്യൂജ് വ്യത്യാസമില്ലേ? അപ്പോൾ അതിനൊക്കെ ഒരു ചെറിയ ആശ്വാസം ഇതുവഴി ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നയാര എല്ലായിടത്തും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റിടത്തൊക്കെ വേഗത്തിൽ വരട്ടെ. പിന്നെ വാണിജ്യ സിലിണ്ടറിൻ്റെ കാര്യത്തിൽ ചെറിയ ഒരു പൈസയുടെ കുറവാണെങ്കിലും അത് അവരെ സംബന്ധിച്ച് വലിയ ആശ്വാസമുള്ളത് തന്നെയാണ്. അതിലും വരും ദിവസങ്ങളിലൊക്കെ കുറച്ച് കൂട്ടിയ വിലയൊക്കെ കുറച്ച് കൊണ്ടുവരുമെന്നും പ്രതീക്ഷിക്കാം.